ജഗദീഷന്റെ ഒരു സൈഡ് എന്തായിട്ടാ ഫീൽ ചെയ്തേക്കുന്നത്? സ്വന്തം കാര്യം നോക്കാൻ എടുക്കുന്ന ആ സ്വന്തം കാര്യം. അനുഭവം ഉണ്ടോ അങ്ങനെ? അയ്യോ അനുഭവം ഉണ്ടോ? അതേ ഉള്ളൂ. എന്നുവെച്ചാ അതായത് സ്വന്തം കാര്യം വെച്ചാൽ ഇൻ ദ സെൻസ് അവനവന്റെ കാര്യം അവനവൻ തന്നെയാണ് നോക്കേണ്ടത്. പക്ഷെ കൂടുതൽ നോക്കും. ഇപ്പൊ എന്നെ ഞാൻ നന്നായിട്ട് നോക്കുന്നു പറഞ്ഞ അങ്ങനെ ഇരിക്കും. അതുപോലെയാണ് ജഗദീഷ് ചേട്ടൻ. മനോജ് കേശവന്റെ ഏരിയ എന്താ കഥ പറച്ചില്ല? മനോജിന്റെ കഥ പറച്ചിൽ എന്ന് പറയുന്നത് അവൻ പബ്ലിക്കായിട്ട് അങ്ങനെ ഒരു ഇന്റർവ്യൂലൊന്നും വന്നിരുന്ന അങ്ങനെ കഥയൊന്നും പറയുന്ന ആളല്ല. അല്ലെ പിന്നെ അവന് പറ്റുന്ന എന്നോട് പറഞ്ഞിട്ടുണ്ട് ചിലമ്പലിക്കാരന്റെ കഥയൊക്കെ പറഞ്ഞു. അത് ഞാനും ഇട്ടിരിക്കാൻ പറയും. അവൻ അങ്ങനെ സിങ്ക് ആയിട്ടുള്ള ആളുകൾ വേണം. ഇപ്പൊ ഞാനും അവനോട് നല്ല സിങ്കാണ്. അങ്ങനെയുള്ള ആളെ കിട്ടിക്കഴിഞ്ഞാൽ അവൻ കഥ പറയാൻ എടുക്കണം. അല്ലാതെ ഒരു കഥ പറയാൻ വേണ്ടി മനോജ് പറയില്ല. അപ്പൊ മുകേഷ് ഏട്ടന്റെ ഏരിയ ആയിട്ട് എന്താ ഫീൽ ചെയ്തിട്ടുള്ളത്? നമ്മള് ആ നടന്ന സംഭവം പിക്ചറൈസ് ചെയ്യും. മുകേഷ് ഏട്ടനാണ് പറയുന്നതെങ്കിൽ കഥ പറയും. നമ്മൾ അതിലോട്ടങ്ങ് ചെല്ലും. ഇങ്ങനെ ഒരു സംഭവം നടന്നതായിട്ട് നമ്മളങ്ങ് വിശ്വസിക്കും. ആ രീതിയിൽ അവതരിപ്പിക്കും. ഇപ്പൊ ഉള്ള ഒരുപാട് കഥ പറച്ചിലുകാരുണ്ട് മലയാള സിനിമയിൽ. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ ബേസിൽ നന്നായിട്ട് കഥ പറയുന്നുണ്ട്, ധ്യാൻ ചേട്ടൻ നന്നായിട്ട് കഥ പറയുന്നുണ്ട്, നസ്രിനും അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് കഥ പറയുന്നുണ്ട്. കേട്ടിട്ടില്ല. ഇപ്പൊ ഈ 3 പേരിലെ വിന്റേജ് ബൈച്ചേട്ട ഒരു സ്വഭാവം ഉണ്ട് തോന്നിയിട്ടുള്ള കഥ പറച്ചിലുകാരൻ ആരാ? ധ്യാനായിരിക്കും. ധ്യാനിൽ പണ്ടത്തെ ബൈച്ചേട്ടന്റെ ഫ്ലേവർ കൂടെ ഉണ്ട്. എന്റെ ഫ്ലേവർ ഒന്നുമില്ല, അവന്റെ ഫ്ലേവർ ഭയങ്കരമാണ്. ഞാനൊക്കെ ഒരു അംശമേ ഉള്ളതില്ല. മലയാളത്തിൽ നിന്ന് ഓഫറുകൾ വരുന്ന സമയത്ത് ഇപ്പൊ നായാട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഉയിര് ചെയ്യുന്നു. അപ്പൊ തമിഴിൽ ഞാൻ ചെയ്തതല്ലാതെ എന്തെങ്കിലും വേണം, അതായത് ഗുണ്ടയാവരുത്, വില്ലനാവരുത്, കഥയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ ആവണം, അങ്ങനെ ഒരു നിർബന്ധം ഉണ്ടാവാറുണ്ടോ? അങ്ങനെ ചോദിക്കൂ. പക്ഷെ വേറെ വഴിയില്ലാതെ ലാസ്റ്റ് ഫൈനലി അങ്ങനെ ഇവിടെ ചെയ്തതിൽ എനിക്ക് സൗദി വെള്ളക്കായാലും ഞാൻ ചെയ്തത് ഒരു മജിസ്ട്രേറ്റ് റോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇഷ്ടപ്പെട്ടു. ടോട്ടലി ഡിഫറെന്റ് ആണ്. എപ്പോഴും അത് ഗുണ്ടായിട്ടും നിങ്ങൾ ഹെഞ്ച്മാൻ, ഗാങ്സ്റ്റർ, സോ ഇതുപോലെ ഉണ്ടായിരുന്നു. പിന്നെ വിമനൈസർ ഇതുപോലെ ഉണ്ടായിരുന്നു. സോ ഇതില് സൗദി വെള്ളക്കായാലും അങ്ങനെ ഇല്ല, ഒരു മജിസ്ട്രേറ്റ് ആയിട്ടാണ് ഉണ്ടായിരുന്നത്. ഇപ്പോഴും ഒരു കഥയ്ക്ക് വേണ്ടിയിട്ടൊക്കെ വിളിക്കുന്ന സമയത്ത് സ്ക്രിപ്റ്റ് കിട്ടുന്ന ഒരു അവസ്ഥയുണ്ടോ, അല്ലെങ്കിൽ പ്രോപ്പർ ഡിസ്ക്രിപ്ഷൻ കിട്ടാറുണ്ടോ? അതോ ജസ്റ്റ് കുടുംബത്തെ അല്ലെങ്കിൽ നായകനോ നായകന്റെ കുടുംബത്തെയോ ഒരു ദോഷം ചെയ്യുന്ന ഒരു വില്ലൻ അങ്ങനെ മാത്രമേ പറയാറുള്ളൂ, അല്ലെങ്കിൽ മൊത്തം സ്ക്രിപ്റ്റ് കിട്ടുന്ന ഒരു അവസ്ഥയൊക്കെ എത്തിയിട്ടുണ്ടോ? ഉണ്ട്. പക്ഷെ എനിക്ക് ഐ ഡോണ്ട് ഹാവ് പേഷ്യൻസ്. അവരടുത്ത് ഒരു 5 to 10 minutes അല്ലെങ്കിൽ ഒരു 15 minutes ഒരു 1 line മാത്രം പറഞ്ഞിട്ട് സോ ആഫ്റ്റർ ദാറ്റ് ഞാൻ പോകും. എന്താ വെച്ചാൽ നമ്മളൊന്നും ലീഡല്ല, വി പാർട്ട് ഓഫ് ദ മൂവി. ദേ ആർ റെഡി ടു ഗിവ്. ആക്ച്വലി അവർ കൊടുക്കാൻ തയ്യാറുണ്ട്. പക്ഷെ അത് നമ്മുടെ ഒരു പോർഷൻ മാത്രത്തിന് വേണ്ടി ഒരു ഫുൾ കഥയും പഠിച്ചിട്ട് അത് വേണ്ട. എനിക്ക് അത് അത്രയ്ക്ക് എനിക്ക് അങ്ങനെ വർക്കാവില്ല. ശ്രുതി, ഇപ്പൊ സ്വയം നോക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ, സെൽഫ് കെയർ എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ടല്ലോ. അതിപ്പോ നമ്മളിപ്പോ വോഡാഫോൺ കോംപ്ലിഷേഴ്സ് കണ്ടപ്പോ ശ്രുതി എങ്ങനെയാണ് ഇരിക്കുന്നത് അതുപോലൊക്കെ തന്നെ ഏറെക്കുറെ ഇപ്പോഴും ഇരിക്കുന്നത്. ഞാൻ പറയുന്നത് സാധാരണ ആളുകൾ ഈ മുടി ഡൈ ചെയ്തിട്ടൊക്കെ യങ്ങാവുന്ന അവസ്ഥയുണ്ട്, അതല്ല ഞാൻ പറയുന്നത്. ശ്രുതി ശരിക്കും ബോഡി വൈസും പണ്ടത്തെ പോലെ എങ്ങനെയാണ് ഇരിക്കുന്നത് അതുപോലെയൊക്കെ തന്നെ. അപ്പൊ ഇപ്പൊ ജോലൈന്റെ കാര്യമൊക്കെ ആണെങ്കിൽ അന്ന് ഇന്ന് ഏകദേശം ജോലൈനൊക്കെ ഉണ്ട്. അപ്പൊ ഇപ്പൊ കുറച്ചുകൂടി ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആളുകൾ ഈ ബോഡിയെ പറ്റിയിട്ടും വെൽനെസിനെ പറ്റിയിട്ടൊക്കെ വരാറുണ്ട്. അതായത് ബോഡി വെയിറ്റിനുള്ള അത്രയും ഗ്രാം പ്രോട്ടീൻ കഴിക്കുക, ഇപ്പൊ നമ്മുടെ ബോഡി വെയിറ്റിനുള്ള വെള്ളം കുടിക്കുക, 1000 സ്റ്റെപ്പ് നടക്കുക, 10000 സ്റ്റെപ്പ് നടക്കുക, 9 മണിക്കൂർ ഉറങ്ങുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറ്റി ആളുകൾ റീലുകളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. ശരിക്കും ശ്രുതി എല്ലാ കാലവും ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു ഫിറ്റ്നസ് റൂട്ടീൻ കൊണ്ടാണോ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? അതിന് അങ്ങനെ ഒരു ശ്രമം ഉണ്ടോ? അത് ചെറുപ്പത്തിൽ മുതൽ ഐ ബീൻ എ ഡാൻസർ. ഞാൻ വളരെ ചെറിയ ഏജിൽ നിന്ന് ഡാൻസും മ്യൂസിക്കും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലൊക്കെ ഭയങ്കര എനിക്ക് ഇൻട്രസ്റ്റ്. സ്പോർട്സിൽ നല്ലതായിരുന്നു. സോ ഐ ഹവ് ഓൾവേസ് ഹാഡ് എ ഫിറ്റ്നസ് അപ്രോച്ച് ടുവേർഡ്സ് ലൈഫ്. എനിക്ക് ചെറുപ്പത്തിലേ മുതൽ ചോക്ലേറ്റ്, ജങ്ക് ഫുഡിൻ്റെ അത്ര ഇപ്പോഴും അത്ര ഇതൊന്നും ഇല്ല. സോ അതൊരു ഓപ്ഷനായിട്ട് ഞാൻ അങ്ങനെ ജീവിക്കുന്നതല്ല. ദാറ്റ്സ് ജസ്റ്റ് ഹൗ ഐ ലൈക്ക് ടു ലിവ്. പിന്നെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മലയാളിയുടെ ജെനറ്റിക്സ് വേറെ ആർക്കും ഈ കൺട്രിയിൽ ഇല്ല എന്നാണ് ഞാൻ കണ്ടിരിക്കുന്നത്. എൻ്റെ ഒരു ഒബ്സർവേഷൻ, ഐ കുഡ് ബി റോങ്. പക്ഷേ മലയാളി ജെനറ്റിക്സ് ആർ ടു ഗുഡ്. ഇപ്പം നമ്മളൊരു മലയാളി ആണാണെങ്കിലും പെണ്ണാണെങ്കിലും കണ്ടാൽ ഏജ് ശരിക്കും ഗസ് ചെയ്യാൻ പറ്റില്ല. ഇറ്റ്സ് ജസ്റ്റ് ഐ തിങ്ക് ഇറ്റ് ഈസ് എ കോക്കനട്ട് ഓയിൽ, ഐ ഡോണ്ട് നോ. പക്ഷെ ഞാനത് നോട്ടീസ് ചെയ്തിട്ടുണ്ട്. മലയാളിയുടെ ഏജ് നമുക്ക് ഗസ് ചെയ്യാൻ പറ്റില്ല. ഐ കൻ നെവർ ടെൽ ഹൗ ഓൾഡ് യു ആർ. ഐ കാൺട്ട്. ഒരു 20s ആവാം, ഒരു 30s ആവാം, ഐ ഡോണ്ട് നോ. അത് എൻ്റെ മാത്രമാണോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾക്കൊക്കെ ഗസ് ചെയ്യാൻ പറ്റുമോ? കേരള I can't get. Malayali genetics are too good. നിന്നെ ആൾക്കാരെടുത്തിട്ട് ഇടിക്കും. ഇല്ലേ എല്ലാരും വിഷ്ണുവിന്റെ വയസ്സാണ് ഞാൻ പറഞ്ഞത്. വിഷ്ണുവിന്റെ ഒരു 31.
34 കാണും. എന്റെ മകൻ. എത്ര വയസ്സില്ല? ഉം? അത്ര വയസ്സില്ല. 33. 33 ഒന്നുമില്ല. 3 വയസ്സാ. 30 30. 30 വയസ്സ്. ഒരാൾ ഇങ്ങനെ ഐ നടക്കുമ്പോ തിങ്ക് ഇറ്റ് ഇസ് അത് കാരണം തന്നെയാണ് ഇതിനെ കുറിച്ച് ജസ്റ്റ് നമ്മൾ സംസാരിച്ചതേ ഉള്ളൂ അല്ലേ. ഞാൻ 2012 നമ്മൾ ഒന്നിച്ചൊരു സിനിമയിൽ അഭിനയിച്ചു, ആ. അപ്പ് ആൻഡ് ഡൗൺ. ആ. ടി കെ രാജകുമാർ ഡയറക്ട് ചെയ്ത പടം. അന്ന് കാണുന്ന പോലെ ഇരിക്കുന്നു ഇപ്പോഴും, ഒരു മാറ്റമില്ല. ബൈജേട്ടൻ അങ്ങനെ എന്തെങ്കിലും? എന്തെങ്കിലും എവിടെങ്കിലും ഇച്ചിരി തടിയൊക്കെ വയ്ക്കണ്ടേ ഈ 14 വർഷം കഴിഞ്ഞാൽ അതുപോലെ ഇരിക്കും. ഞാൻ ചോദിക്കുകയും ചെയ്തത് ഇതെങ്ങനെയാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ബൈജേട്ടൻ ഉണ്ട് അങ്ങനെ ഒരു ഫിറ്റ്നസ് റൊട്ടീൻ? റൊട്ടീനൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും നമുക്ക് ഇതുപോലെ ഒന്നും ആവാൻ പറ്റില്ല. നമുക്ക് നമ്മുടെ കയ്യിലിരിപ്പൊക്കെ കുറച്ച് കുഴപ്പങ്ങളില്ലേ. നമ്മൾ ജീവിക്കാൻ വേണ്ടിയാണ് ജിമ്മിലൊക്കെ പോയി തൂങ്ങി അത് ചെയ്ത് ഇത് ചെയ്ത് എന്തൊക്കെ ചെയ്താൽ ഈ ഡയറ്റ് അത് ഇതൊക്കെ സാക്രിഫൈസ് ചെയ്യണം. നമ്മൾ നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ മാറ്റി വെച്ച് ഇതെല്ലാം സാക്രിഫൈസ് ചെയ്താൽ മാത്രമേ നമുക്ക് നല്ലൊരു ശരീരം ഉണ്ടാവും. അല്ലെങ്കിൽ ഇഷ്ടങ്ങൾ മാറ്റാനും പറ്റും. മാറ്റാൻ പാടാണ്, അതാണ് അത് പ്രശ്നം. സാക്രിഫൈസ് ചെയ്യേണ്ട Sacrifice ആവശ്യമില്ല. ഒരു ചെയ്യണം. ഔട്ട്ലുക്ക് ചേഞ്ച് ചെയ്താൽ അല്ല, sacrifice ഇപ്പൊ ആയിട്ട് ഉദാഹരണത്തിന് ഇപ്പൊ തോന്നിക്കില്ല. ബൈജേട്ടന് ഒരു ബോക്സറിനെ ട്രെയിൻ ചെയ്യിക്കുന്ന ബോക്സറിന്റെ റോള് കിട്ടിയെന്നായിരിക്കും. ചേട്ടൻ ബോക്സർ ട്രെയിനറാണ്, കിടിലം പടം. സാറിന് മണിരത്ന പടം തന്നെ വിചാരിച്ചു. ഓക്കെ, സാങ്കല്പികാണ്. പക്ഷെ ആ പടത്തിന് ജോയിൻ ചെയ്തു. അന്ന് വൈകുന്നേരം ശ്രീമൂലം ക്ലബ്ബിൽ പോകുന്നു, അടുത്ത് കൂട്ടുകാരെ കാണുന്നു. അവർ സോഷ്യൽ ഡ്രിങ്കിങ്ങിന്റെ ഭാഗമായിട്ട് ഒരു ഗ്ലാസ് അങ്ങ് വെച്ച് തരുന്നു. അപ്പൊ ഇല്ല, ഞാൻ ബോക്സിംഗ് ട്രെയിനർ ആണെങ്കിൽ ബോഡി നോക്കണം എന്നിട്ട് ആ ഡ്രിങ്ക് മാറ്റി വെക്കോ, അല്ലെങ്കിൽ പടം തന്നെ മാറ്റി വെക്കോ? പടം മാറ്റി വയ്ക്കില്ല. ആ, ഞാൻ ആ പടത്തിന് വേണ്ടി ചിലപ്പോൾ 2-3 മാസം സാക്രിഫൈസ് ചെയ്യും. വാ, നൈസ് നൈസ്. പക്ഷെ അങ്ങനത്തെ പടം വരണം. കാരണം അത് വരൂലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് അതാണ് ഞാൻ sacrifice ചെയ്യാത്തത്. പറയാലോ. അതിന്റെ ഓഫർ വേണ്ടെന്ന് പറയുന്നില്ല. അപ്പൊ ക്ലാസ് സ്വീകരിക്കും. അത് സ്വീകരിക്കും. ഈ ബൈജേട്ടൻ പേഴ്സണലി ഞാൻ ലേറ്റ് ആയിട്ടൊക്കെ ഫുഡ് കഴിക്കുന്ന ആളാണ്. എത്ര മണി? മണി എന്ത് പറയുന്നില്ല, ലേറ്റ് ആയിട്ട് കഴിക്കുന്ന. ഇരിക്കും അതൊരു 6:30 ഫുഡ്. എന്റെ ഫുഡ് 6:30, 7 o'clock. ചായ എന്ത് കുടിക്കും. വേണമെങ്കിലും കഴിച്ചോളൂ, എന്ത് വേണമെങ്കിലും ബർഗർ എന്ത് വേണമെങ്കിലും കഴിച്ചോളൂ. പക്ഷെ ഒരു 6:30 7 o'clock ഫുഡ് ഞാൻ ഈ ബർഗർ സാൻഡ്വിച്ച് ഇങ്ങനെയുള്ള സാധനങ്ങളേ കഴിക്കില്ല. പൊറോട്ട കഴിക്കാം? ഏയ്, ഞാൻ മധുരം കഴിക്കാറില്ല, ഒന്നുമില്ല. ശരിക്കും ഓട്സ് ഒക്കെ എടുത്തിട്ട് ലിഫ്റ്റിലൊക്കെ ഒരു ഇന്റർവ്യൂന്ന് മറ്റേ ഇന്റർവ്യൂലേക്ക് പോകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓട്സ് കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റിന് രാവിലെ ഇഡ്ഡലി ദോശ അങ്ങനെയുള്ള സാധനങ്ങൾ കഴിക്കാറില്ല. ഹെൽത്തി ആയിട്ട് കഴിക്കും. ഓട്സ് കഴിക്കും, അത് പണ്ട് തൊട്ടേ അങ്ങനെ. ഓക്കെ ഓക്കെ. ആരെ പറഞ്ഞു തന്നത്? മമ്മൂക്കയാ? മമ്മൂക്കാണോ ഓട്സ് കണ്ടുപിടിക്കാൻ? അല്ല, ഉപദേശങ്ങൾ തരൂല, ഇത് കഴിക്കൂ ഇത് കഴിക്കണ്ടെന്നൊക്കെ. പണ്ട് തൊട്ടേ ഞാൻ ഓട്സ് കുടിക്കുന്ന. ഫിറ്റ്നസ് ഉപദേശങ്ങളൊക്കെ തയ്യാറുണ്ടോ ആളുകള് ഈ വേഷത്തിന്? വിനോദനെ കണ്ടാ തോന്നുന്നുണ്ടോ ആരെങ്കിലും ഇന്നുവരെ ഒരു ഫിറ്റ്നസ് ഉപദേശം കൊടുത്തിട്ടുണ്ടെന്ന്? ഇനി അഥവാ കൊടുത്താൽ തന്നെ ചെയ്യുമെന്ന് തോന്നുന്നുണ്ട്. ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ 6 മണിക്ക് ശേഷം ഭക്ഷണം കഴിക്കരുത്, 4 ലിറ്റർ വെള്ളം കുടിക്കണം, 10,000 സ്റ്റെപ്പ് നടക്കണം? ഇതൊക്കെ ചുമ്മാ പറയുന്നത്. 10,000 സ്റ്റെപ്പ്, അങ്ങനെയൊന്നും അതൊന്നും 9,000 നടക്കാൻ പറ്റുള്ളൂ ഒരു മാസം. അങ്ങനെയൊന്നുമല്ല ഹെൽത്തി ആവുന്നേ. ഇതൊക്കെ ചുമ്മാ അടിച്ചിറക്കുന്നില്ലേ 10,000 സ്റ്റെപ്പ്? എണ്ണി നടക്കാൻ പറ്റുമോ? 1 2 3 4 നടക്കാൻ പറ്റുമോ? എത്ര നടന്ന ആർക്കാർ? ഞാനിപ്പോ കുറെ വാച്ചൊക്കെ ഉണ്ട്, പുതിയ പരിപാടി. അതിനു വേണ്ടി തന്നെ എണ്ണീറ്റ് ആരോ നടക്കാൻ പോകുന്ന 10,000 സ്റ്റെപ്പ് വാച്ച് ഉണ്ട്. അങ്ങനെ അങ്ങനെ വാച്ച് നടക്കുന്ന 10,000 അല്ല ഉദ്ദേശിച്ചത്, നമ്മൾ നടക്കുന്ന 10,000 ആണ്. പിന്നെ രാവിലെ എണീറ്റോളം 2 ലിറ്റർ വെള്ളം കുടിക്കണം, 1 ലിറ്റർ. ഇതൊന്നും ഒരു കാര്യം. ഇപ്പൊ ദാഹിക്കുമ്പോ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക, അത്ര ഞാൻ അതൊക്കെ ചെയ്യാറുള്ളൂ. ഇപ്പൊ രാവിലെ എണീറ്റ് വെള്ളം വേണ്ട എന്നാലും കുത്തി കയറ്റാൻ പറ്റുമോ ഒരു 2 ലിറ്റർ വെള്ളം? എനിക്ക് പറ്റില്ല. മുട്ടയുടെ വെള്ളം കഴിക്കണം, മഞ്ഞ ഒഴിവാക്കണം, ചുമ്മാ എല്ലാം കഴിക്കണം. പിന്നെ മഞ്ഞ പിന്നെ ഇതൊക്കെ കഴിക്കുന്നത്. പിന്നെ വെള്ളം മാത്രമേ കഴിക്കൂ. ഇതൊക്കെ ആര് പറയും? ഇത് ഓരോ ഡോക്ടർമാരും ഓരോന്നാണ് പറയുന്നത്.